അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. 2 ദിവസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ LPSCയുടെ ലിസ്റ്റിൽ 2 മാസം കൊണ്ട് ഇടം നേടി, അതിന് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിന്റെ കമന്റ് സെക്ഷനിൽ ഞാൻ ഫോളോ ചെയ്തിരുന്ന ടൈം ടേബിൾ ഒന്ന് ഷെയർ ചെയ്യുമെന്ന് വെച്ചിട്ട് കുറെ കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം ടേബിൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഈ ഒരു ടൈം ടേബിൾ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സബ്ജക്ട്സ് പഠിക്കാനാണോ ഞാൻ കൂടുതൽ കംഫർട്ടബിൾ അതനുസരിച്ചാണ്. ഇത് നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഒരു മോഡൽ തന്നെ ഫോളോ ചെയ്യാം. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യാം, ഈ ഒരു ടൈം ടേബിൾ ഒരു ഡെമോ ആയി വെച്ചുകൊണ്ട് അതനുസരിച്ച് മറ്റൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് അതനുസരിച്ച് പഠിക്കാം. അല്ലെങ്കിൽ ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾക്ക് പുതിയൊരു ടൈം ടേബിൾ തയ്യാറാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പൊ ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത് 2 മാസം കൊണ്ട് എന്നെ LPSCയുടെ മെയിൻ ലിസ്റ്റിൽ തന്നെ ഇടം നേടാൻ സഹായിച്ചിട്ടുള്ള ആ ഒരു ടൈം ടേബിളിനെ കുറിച്ചാണ്. സോ നമ്മുടെ ആ ഒരു LP UP സിലബസ് അനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ തന്നെ കമന്റ്സ് ത്രൂ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, DLED കോഴ്സ് എടുക്കുന്നതാണോ BEd കോഴ്സ് എടുക്കുന്നതാണോ ഏറ്റവും നല്ലതെന്ന്. ഇപ്പൊ നിങ്ങൾ ഒരു ജോലിക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടണം, ഒന്ന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ നിങ്ങൾ ഒരു DLED കോഴ്സ് എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ഉത്തമം. കാരണം ഇപ്പൊ നമുക്കറിയാം നമ്മുടെ LP UP സ്കൂളുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും നമ്മുടെ സർക്കാർ ഗവൺമെന്റ് സ്കൂളുകൾ കൂടുതൽ വരുന്നത് LP UP മേഖലകളിലാണ്. മാത്രമല്ല LP UP തസ്തികകളിലേക്കുള്ള PSC എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമന നില നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത് LP, അതായത് നമ്മുടെ ലോവർ പ്രൈമറി സെഷനിലാണ്, LP സെഷനിലാണ്. സോ അപ്പൊ നിങ്ങൾ ജോലിക്ക് ഒരു മുൻഗണന കൊടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ DLED കോഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ നിങ്ങൾ LP UP താരതമ്യം ചെയ്ത് നോക്കാന്നുണ്ടെങ്കിൽ LP എക്സാം എഴുതുന്ന സമയത്ത് അവിടെ നമ്മൾ DLED കോഴ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ അത് എഴുതാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് നിങ്ങളിപ്പോ സബ്ജക്റ്റിന് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നിങ്ങൾ ഡിഗ്രിക്ക് എടുത്തിട്ടുള്ള ആ സബ്ജക്റ്റിന്മേൽ നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ നേടണം, ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം, ആ ഒരു നോളജ് നിങ്ങൾക്ക് കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെടുക്കുക, BEd കോഴ്സ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ നമ്മൾ DLED കോഴ്സിലേക്ക് വരുമ്പോൾ മറ്റൊരു ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയയിൽ 1.5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ തന്നെ ഒരു ഗവൺമെന്റ് LP സ്കൂൾ വേണം എന്നുള്ള ഒരു നിയമം കൂടിയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൂടുതൽ നമ്മുടെ പ്രൈമറി സ്കൂളുകൾ LP UP സെഷൻസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ അവിടേക്കുള്ള നിയമനങ്ങളും എന്താണ്, നമുക്ക് ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടെ ഉള്ള ഒരു സാധ്യതയാണ്. അതൊക്കെ അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് BEd ആണോ DLED ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം തീരുമാനിക്കുക, നിങ്ങളൊരു ജോബിനാണോ പ്രിഫറൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റിൽ കൂടുതൽ നോളജ് നേടുന്നതിനാണോ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് കുട്ടികളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുന്നതിലാണോ, ഇതൊക്കെ നിങ്ങൾ തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കുക. BEd ആണോ DLED ആണോ എന്ന് എന്റെ അഭിപ്രായത്തിൽ, എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മളൊരു ജോലി വാങ്ങുന്നതൊക്കെ തന്നെയാണല്ലോ. അങ്ങനെയുള്ള രീതിയിലാണ് നിങ്ങൾ ഈ കോഴ്സുകൾ നോക്കി കാണുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ DLED കോഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ടൈം ടേബിളിലേക്ക് കിടക്കാം. അതായത് ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു SCERT ടെക്സ്റ്റ് ബുക്കുകളുടെ പ്രാധാന്യത്തെ കുറിച്ച്. അതിന്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ നിലവിലെ സാഹചര്യത്തിൽ ടെക്സ്റ്റ് ബുക്കുകൾക്കൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ചില ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടുണ്ടെന്ന്. അപ്പോൾ കുറെ പേര് കമന്റ്സ് ത്രൂ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ മാറിയ ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് എങ്ങനെ കിട്ടുന്നുള്ളത്. അതിന്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമഗ്ര പോർട്ടൽ വഴി അങ്ങനെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറുന്നതിന് മുന്നേ ആണെങ്കിൽ കേരള ബോർഡ് ടെക്സ്റ്റ് ബുക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പോ ഈ നിലവിലെ സാഹചര്യം നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ മാറിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ടെക്സ്റ്റ് ബുക്കുകൾ അതിലേക്ക് എത്തിയിട്ടില്ല, അത് അപ്ഡേറ്റഡ് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 3ാമത്തെ ഓപ്ഷനായിട്ട് നമുക്ക് പറയാവുന്നത് ഡയറക്റ്റ് ഗൂഗിളിലേക്ക് ചെല്ലുക. ഫോർ എക്സാമ്പിൾ 7th ക്ലാസ് സോഷ്യൽ സയൻസ് SCERT ടെക്സ്റ്റ് ബുക്ക് മലയാളം മീഡിയം അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ നമുക്ക് അതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ PDF ആയിട്ട് അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് കൂടി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് ചെയ്തോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതാണ് ഒരു 3ാമത്തെ ഓപ്ഷൻ ആയിട്ട്. ഇനിയിപ്പോ അതിനും കഴിയാത്തവർ എന്ത് ചെയ്യുക, ഇപ്പൊ നിങ്ങളുടെ വീടിനടുത്തൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടായിരിക്കും. അപ്പൊ അവരടുത്ത് പോയിട്ട് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യാം, അവരുടെ പഠനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പക്കലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് ശേഖരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയാണോ കഴിയുന്നത് ആ രീതിയിൽ കൂടുതൽ ടെക്സ്റ്റ് ബുക്കുകൾ കളക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഏത് രീതിയിലാണോ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക, SCERT
പഠിച്ചിരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ടൈം ടേബിളിലേക്ക് കിടക്കാം. ആക്ച്വലി ഈ ഒരു ഡയറിയിലായിരുന്നു ഞാൻ ഈ ഒരു ടൈം ടേബിൾ എഴുതിയിട്ടുള്ളത്. കുറേ മുന്നേ എഴുതിയതാണ്. സോ ഇത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു ഡിജിറ്റലൈസ്ഡ് വേർഷനാണ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് വേണമെങ്കിൽ ഈ ഒരു ടൈം ടേബിൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പൊ വേണം എന്നുള്ളവരൊന്ന് കമന്റ് ചെയ്താൽ മതി. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇതായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈം ടേബിൾ. നേരത്തെ DLED കോഴ്സിന്റെയും BEd കോഴ്സിന്റെയും സാധ്യതകളെ പറ്റി പറഞ്ഞ സമയത്ത് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ പുറത്തേക്ക് ജോബ് ട്രൈ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ CBSE ലെവലിൽ ഇന്റർനാഷണൽ ലെവൽ സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ BEd കോഴ്സ് നിങ്ങളുടെ മുന്നിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ BEd കോഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി ആണ്. ആൻഡ് DLED കോഴ്സിന്റെ ആണെങ്കിൽ +2 ആണ്. നിങ്ങൾക്ക് അറിയാലോ, ഇനി 2030 കൂടി നമ്മുടെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നുണ്ട്. അതിലിനി എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാലേ ഉള്ളൂ. അപ്പൊ നിലവിലത്തെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് ടൈം ടേബിളിലേക്ക് കിടക്കാം. ഇപ്പൊ നമ്മൾ ഈ ഒരു ടൈം ടേബിളിൽ നമുക്ക് കാണാൻ സാധിക്കും രാവിലെ തന്നെ നമ്മളെ വീക്കപ്പ് ടൈം എന്ന് പറയുന്നത് 6:30 AM ആണ്. അപ്പൊ നമ്മൾ രാത്രി ഏകദേശം ഒരു 2 മണിയോട് കൂടിയിട്ടാണ് ഈ ഒരു ടൈം ടേബിൾ എൻഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ നൈറ്റ് ഉറങ്ങുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആ ഒരു സമയം മുതൽ രാവിലെ വരെ നമുക്ക് നോക്കിയാൽ അറിയാം ഏകദേശം ഒരു 4.5 മണിക്കൂറോളം നമുക്ക് അവിടെ ഉറക്കം കിട്ടുന്നുള്ളൂ. ആ സമയത്ത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മളെ മൈൻഡ് അത്രയ്ക്ക് അങ്ങ് സെറ്റ് ആയിരിക്കില്ല, അത്രയ്ക്കധികം ഉന്മേഷവും നമുക്ക് ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ ആ ഒരു ടൈമിൽ ആ ഉറക്കത്തെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അവിടെ ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ബയോളജി. അതായത് രാവിലെ 6:30 മുതൽ 7:30 വരെ ആ ഒരു ടൈമിൽ ഞാൻ ബയോളജി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ്, അതായത് പെട്ടെന്ന് നമുക്ക് പഠിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഉറക്കം വരാതെ ഒരു ചടപ്പുണ്ടാവാതെ ഇരിക്കാൻ പാകത്തിന് നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ഏതാണോ ആ ഒരു സബ്ജക്റ്റ് അവിടെ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആദ്യം തന്നെ നമുക്ക് 6:30 മുതൽ 7:30 എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മൾ 1 മണിക്കൂർ പഠനത്തിന് വേണ്ടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് വരുന്നത് 7:30 മുതൽ 8:30 വരെ, രാവിലെ തന്നെ 7:30 മുതൽ 8:30 വരെ ഹിസ്റ്ററിയാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 1 മണിക്കൂർ പഠനത്തിനായിട്ട് സമയം. അതിനുശേഷം ഒരു 30 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ആണ് വരുന്നത്. പ്രഭാത കൃത്യങ്ങൾ ചെയ്യാനോ ഇപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ ഒക്കെ ആ ടൈം നമുക്ക് യൂസ് കഴിഞ്ഞ അഗെയിൻ നമ്മൾ വീണ്ടും പഠനത്തിലേക്ക് കടക്കുകയാണ്. 9 AM to 10 AM വരെ നമ്മൾ ഫിസിക്സ് ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ടായിരുന്നു ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും 10 AM to 11 AM വരെ ജിയോഗ്രഫിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു 1 hour അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് അഗെയിൻ വീണ്ടും 11 AM to 12 PM വരെ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ മുന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറേ പേര് കമന്റ്സിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഈ 3 സബ്ജക്റ്റുകളും ഞാൻ എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഈ 3 സബ്ജക്റ്റുകളും ഞാൻ ആദ്യം തന്നെ സിലബസിൽ നോക്കിയതിന് ശേഷം അതിൽ ഓരോ ടോപ്പിക്കുകളും ഞാൻ നോട്ട് ചെയ്തെടുക്കുമായിരുന്നു. ആൻഡ് ദെൻ അതിനുശേഷം ഞാൻ കൂടുതലായിട്ടും ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് യൂട്യൂബിലേക്ക് വരും. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഫ്രേസൽ വെർബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നേ ദിവസം പഠിച്ച് കവർ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഫ്രേസൽ വെർബ്സ് LP UP സിലബസ് ബേസ്ഡ് ക്ലാസ് എന്ന് അടിച്ചു കൊടുത്ത് അതിൽ വരുന്ന എനിക്ക് മനസ്സിലാവുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കി നോട്ട്സ് തയ്യാറാക്കിയതിനു ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതേ സെയിം മെത്തേഡ് തന്നെയായിരുന്നു ഞാൻ മലയാളം പഠിക്കാനും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്സിന്റെ കാര്യം നമുക്ക് ആ ഒരു പോർഷനിൽ എത്തുമ്പോൾ അതിനുശേഷം 12 മണി മുതൽ 1 മണി വരെ നമ്മൾ മലയാളം സബ്ജക്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ ചെലവഴിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു 30 മിനിറ്റോളം റെസ്റ്റ് വരുന്നുണ്ട്. ആ ഒരു സമയം നിങ്ങൾക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് ലഞ്ച് കഴിക്കൽ മാത്രമല്ല, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വല്ല ക്ലാസ്സുകളോ കാര്യങ്ങളോ ഒക്കെ കണ്ടുകൊണ്ട് ലഞ്ച് കഴിച്ച് ആ ഒരു ടൈം കൂടെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം. പിന്നെ 1:30 മുതൽ 2:30 വരെ വരുന്ന സമയത്ത് ഞാൻ ഹിസ്റ്ററി ഭാഗത്ത് നിന്നുള്ള നവോത്ഥാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം പഠിക്കാനായിരുന്നു ടൈം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. കൂടുതൽ കണ്ടന്റ് ഉള്ളതും അതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത ഏറെയുള്ളതുമായ ഒരു മേഖലയാണ് നവോത്ഥാനം. അതുകൊണ്ടാണ് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചത്. അടുത്തതായിട്ട് 2:30 മുതൽ 3:30 വരെ എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്ന് പറഞ്ഞിട്ടുള്ള വിഷയം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ തന്നെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് വീണ്ടും റെസ്റ്റ് വരുന്നുണ്ട്. ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്കറിയാം ഏകദേശം ഒരു 4.5 മണിക്കൂറോളം പെർ ഡേ നമുക്ക് ഉറങ്ങാനായിട്ട് സമയം കിട്ടുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ഉച്ചയ്ക്ക് 1 മണിക്കൂർ കൂടെ നമ്മൾ എക്സ്ട്രാ ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രാത്രി സമയത്തുള്ള പഠനത്തിന് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, അതുപോലെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 സമയങ്ങളും താരതമ്യം ചെയ്താൽ നമുക്ക് അറിയാനായിട്ട് കഴിയും. നമുക്ക് ഈ പഠിക്കുന്ന സമയത്ത്
നമുക്ക് വരുന്ന ക്ഷീണവും അതുപോലെ ഉറങ്ങാനുള്ള ടെൻഡൻസിയും കുറച്ച് കൂടുതലായിരിക്കും. സോ ഈ ഒരു മണിക്കൂർ നമ്മൾ ഉറക്കത്തിന് വേണ്ടി മാറ്റി വെക്കാന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡിക്ക് നല്ലൊരു റെസ്റ്റും അതുവഴി പഠനം നല്ല രീതിക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നീട് ഏകദേശം 1.5 മണിക്കൂറോളം, അതായത് 4:30 മുതൽ 6 മണി വരെ മാത്സ് പഠിക്കുന്നതിനാണ് ഞാൻ സമയം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് യൂട്യൂബ് ക്ലാസ്സുകൾ തന്നെയായിരുന്നു. ട്രിക് ടേൺ എന്ന് പറഞ്ഞിട്ടുള്ള ജെറിൻ സാറുടെ ക്ലാസ്സുകളായിരുന്നു ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കൂടുതലായിട്ടും ഫോളോ അപ്പ് ചെയ്ത് പോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു 45 മിനിറ്റോളം റെസ്റ്റ് ആണ് വരുന്നത്. ഈ ഒരു 45 മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ആ സമയത്ത് വിളക്ക് കത്തിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു. പ്രാർത്ഥനയും പഠനത്തിലെ ഒരു മുഖ്യ ഘടകമായിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുവരുന്നത്. കാരണം താൻ പാതി ദൈവപാതി എന്നാണല്ലോ പറയുന്നത്. ഇനിയിപ്പോ ദൈവവിശ്വാസികളല്ലാത്ത ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം എന്ത് ചെയ്യാം, ആ ഒരു റെസ്റ്റ് അവിടെ നിന്ന് മാറ്റിയിട്ട് ആ ഒരു 45 മിനിറ്റ് സമയം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് അവിടെ ആഡ് ഓൺ ചെയ്തിട്ട് പഠിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അവിടെ റെസ്റ്റ് ആയിട്ട് തന്നെ തുടരാം. പിന്നീട് 6:45 മുതൽ 8 മണി വരെ ഏകദേശം ഒരു 1.25 മണിക്കൂറോളം കെമിസ്ട്രിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞ് 8 മണി മുതൽ 9 മണി വരെ സൈക്കോളജി പഠിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 9 മണി മുതൽ 9:30 വരെ ഏകദേശം ഒരു 1/2 മണിക്കൂറോളം സമയം മാത്രമേ ഞാൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് ഞാൻ റാങ്ക് ഫയലിനെക്കാട്ടിലും കുറച്ചധികം എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ തന്നെ ഞാൻ പ്രാധാന്യം കൊടുത്തിരുന്നത് SCERT ബുക്സിനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ടെക്സ്റ്റ് ബുക്കുകൾ ഫോളോ ചെയ്യുന്ന സമയത്ത് ആ ഒരു കണ്ടന്റിന് എനിക്ക് അത്രയും ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇത് ഈ എക്കണോമിക്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 hour മാത്രം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു 1/2 മണിക്കൂർ, അതായത് 9:30 മുതൽ 10 മണി വരെ വീണ്ടും ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ആണ്. ആ ഒരു സമയത്തായിരുന്നു ഞാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നത്. 10 മണി മുതൽ 11 മണി വരെയുള്ള സമയം ഞാൻ എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ തന്നെയായിരുന്നു. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും വർക്ക്ഔട്ട് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അങ്ങനെ 1 മണിക്കൂറിനുള്ളിൽ എക്സാംസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഈ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1 hour എന്തിനായിരുന്നു, എക്സാം എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് 11 മണി മുതൽ 12 മണി വരെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുന്നതിന് 1 മണിക്കൂർ വീണ്ടും നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ തൊഴിൽ വാർത്ത റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു 12 മണി മുതൽ 1 മണി വരെയുള്ള സമയം, ഏകദേശം 1 മണിക്കൂറോളം തന്നെ സമയം അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. തൊഴിൽ വാർത്തയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിൽ ടൈപ്സ് ഓഫ് വെറൈറ്റി ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അതിൽ തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ എഴുതാനുള്ള മോഡൽ എക്സാംസ് ആയിക്കോട്ടെ, ഒക്കെ അതിൽ തന്നെ അവൈലബിൾ ആണ്. പിന്നീട് അതിനുശേഷം 1 മണി മുതൽ 2 മണി വരെ ഏകദേശം നമ്മൾ ഈ ടൈം ടേബിളിന്റെ എൻഡിൽ എത്തുമ്പോഴേക്കും 1 മണിക്കൂറോളം കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പ്രധാനമായിട്ട് ടെലഗ്രാം ഗ്രൂപ്പുകൾ അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ആയിരുന്നു കറണ്ട് അഫയേഴ്സ് ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു സോഴ്സ്. നമ്മൾ ഈ ഒരു ടൈം ടേബിളിന്റെ ഏകദേശം ഒരു ലാസ്റ്റ് സെഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ അറിയാം അവിടെ എക്സാംസ്, തൊഴിൽ വാർത്ത, കറണ്ട് അഫയർ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 മണി 11 മണി ആ ഒരു സമയത്തോട് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ ഉറക്കത്തിന്റെ സമയമാണ്. നമ്മൾ എത്രയൊക്കെ ട്രൈ ചെയ്താലും നമുക്ക് ഉറക്കം ഇങ്ങനെ വന്നുകൊണ്ട് നമ്മളിങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കും, ഉറങ്ങുന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു ഉറക്കത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു എൻഡ് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എക്സാംസ് എഴുതുന്ന സമയത്തായിക്കോട്ടെ, നമ്മൾ തൊഴിൽ വാർത്ത, കറണ്ട് അഫയർ ഒക്കെ ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്നത് വെച്ചൊക്കെ, നമ്മൾ ചരിത്രം പഠിക്കുന്നത് അപേക്ഷിച്ചാൽ ഈ ഒരു ഭാഗത്ത് വരുമ്പോഴേക്കും നമ്മളെ ബ്രെയിൻ ഒന്നും കൂടെ ഇങ്ങനെ വർക്ക് ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് ഉറക്കത്തിൽ നിന്നും ഒന്ന് മുക്തി നേടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ LP UP പഠനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള എൻ്റെ ഒരു ടൈം ടേബിൾ. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീക്ക്ലി 5 days മാത്രം ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാം. അതായത് മൺഡേ ടു ഫ്രൈഡേ. ബാക്കി വരുന്ന 2 ദിവസങ്ങൾ, അതായത് സാറ്റർഡേയോ സൺഡേയോ നിങ്ങൾക്ക് മറ്റ് വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടോ റിവിഷന് വേണ്ടിയിട്ടോ ഒക്കെ ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ടാണെങ്കിൽ പെർ ഡേ നമുക്ക് 1 hour വീതമാണ് ഓരോ സബ്ജക്റ്റിനും കിട്ടുന്നത്. ആ സമയം കൊണ്ട് പഠിച്ചു തീരാൻ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്ജക്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് പഠനത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ടൈം ടേബിളിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വൺസ് അഗൈൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസോ ഒക്കെ എന്നോട് പറയാനുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയാൽ മതി. അത്രയേ ഉള്ളൂ, ബൈ.